കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. ഇനി 80 വയസ്സുള്ള ഒരു യുവാവിനെ പരിചയപ്പെടാം. കരുത്തുറ്റ ശരീരവും പച്ചപ്പുള്ള മനസ്സുമായി ഒരു PhD വിദ്യാർത്ഥി. മുടി കറുപ്പിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് പ്രായത്തെ മറികടക്കാനാവില്ല. പക്ഷേ ഈ 80-കാരൻ്റെ കാര്യത്തിൽ ആ കറുപ്പിന് ഒരു പ്രത്യേക കരുത്തുണ്ട്. അത് വെറുമൊരു ചായമല്ല, തോൽക്കാൻ മനസ്സില്ലാത്ത ഉള്ളിലെ ആവേശത്തിൻ്റെ അടയാളമാണ്. ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നല്ലേ, നമുക്കൊരാളെ പരിചയപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പരിചയപ്പെടേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. വടക്കാഞ്ചേരി വാഴാനി റോഡിലെ ഉദയാനഗറിലെ PJ വർഗീസ് എന്ന വർഗീസേട്ടനാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ താരമായിരിക്കുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത് വാർ മെഡൽ ലഭിച്ച വിമുക്ത ഭടനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം 80 വയസ്സാണ്. എന്നാൽ 80 വയസ്സിലെ തളർച്ചയല്ല അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത്, മറിച്ച് 50 വർഷത്തെ അച്ചടക്കത്തിൻ്റെ കരുത്താണ്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബാങ്കിങ് സർവീസിലും അദ്ദേഹം ജോലി ചെയ്തു. 30 വർഷമായി മുടങ്ങാതെ ജിമ്മിലെത്തുന്ന ഇദ്ദേഹത്തിന് വ്യായാമം ജീവിതചര്യയല്ല, ശ്വാസം പോലെ പ്രധാനമാണ്. വടക്കാഞ്ചേരി മാട്രിക്സ് ജിംനേഷ്യത്തിലെ ട്രെയിനിയാണ് വർഗീസേട്ടൻ. ഇവിടുത്തെ ഏറ്റവും സീനിയറാണ് അദ്ദേഹം. 30 വർഷത്തെ സേവനത്തെ മാനിച്ച് ഈയിടെ വർഗീസേട്ടന് മിസ്റ്റർ സീനിയർ പദവി നൽകി ജിംനേഷ്യം ആദരിക്കുകയുണ്ടായി. വർഗീസേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് എൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം. അല്ലയ്യ, പിന്നെ ഹെൽത്തി മൈൻഡാണെങ്കിൽ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റും, മാനസികാരോഗ്യം കൂടി കൂടെ കിട്ടും. അപ്പോൾ എപ്പോഴും ഹെൽത്തി ആയിരുന്ന മാനസികാരോഗ്യത്തിന് കൂടിയിട്ട് ഹെൽത്തിയാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫാമിലീസിൽ മാനസിക പ്രശ്നങ്ങളാണ് കൂടുതൽ. പക്ഷേ അവർ മാനസിക രോഗം വന്നാൽ പോവില്ല, അവിടെ കൗൺസിലിങ്ങൊന്നും പോവില്ല. അങ്ങനെയുള്ളവരോട് ഈ ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി അവരുടെ മാനസിക രോഗത്തിനൊരു ശമനം കിട്ടും. അതാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ 50 വയസ്സിൽ ജിം തുടങ്ങി അന്ന് പോലത്തെ ഇവിടെ മെമ്പറാണ്. ഇപ്പോൾ 30 കൊല്ലം കഴിഞ്ഞ് ജിം വന്ന്, അങ്ങനെ എനിക്ക് 80 വയസ്സായി. ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് മരിക്കുന്നവരെ ഈ ജിമ്മിൽ പോകണം എന്നാണ് ആഗ്രഹം. ദൈവം യഥാർത്ഥത്തിൽ 80 വയസ്സായോ? 80 വയസ്സ് 3 മാസം കൂടി കഴിഞ്ഞാൽ ആവും. 80 വയസ്സിന് കണക്ക് റൗണ്ടിൽ ഇരിക്കണം. 79 കഴിഞ്ഞ് 80ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾ 80 വയസ്സാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അത് പലരും എൻ്റെ ആധാർ കാർഡ് ചോദിക്കാറുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ജിമ്മിൽ ഇപ്പോൾ ആദ്യം വരുമ്പോഴേക്കും ആധാർ കാർഡ് കാണിച്ചു ചോദിച്ചു. അവർക്ക് ഉറപ്പ് വരുത്താൻ ഇൻസ്ട്രക്ടർ പറഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 50 വയസ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ 80 വയസ്സായി. 30 കൊല്ലമായി ജിമ്മിൽ വന്നു പോന്ന് ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നതാണ്, ജിമ്മിൽ വരുന്നതുകൊണ്ട് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കേണ്ട. പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്കുള്ള കുടുംബമാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഹാർട്ടിൻ്റെ പ്രശ്നം വരും. അത് ജിമ്മിൽ പോയില്ലാലും വരും. ജിമ്മിൽ പോയാൽ വരില്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ വരും, അത് ജിമ്മിൽ പോയാൽ വരില്ല എന്നല്ല, ഒരാൾ വരും. ഇത് നേരത്തെ കൊണ്ട് ചികിത്സിക്കണം. മൊത്തത്തിലുള്ള ആരോഗ്യം, ബ്ലഡ് സർക്കുലേഷൻ, പ്രഷർ, ഷുഗർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. ഷുഗറിനെ സാധാരണ ആൾക്കാർ നടക്കാണ് ചെയ്യാറ്, പക്ഷെ നടക്കുന്നതുകൊണ്ട് മാത്രം ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പുതിയ പഠനം നിരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടിന് താഴെയുള്ള കാഫ് മസിൽസ്, അത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത്, അത് ബലപ്പെടുത്തുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഷുഗർ കൺട്രോളിൽ പോകും. അതാണ്. സാധാരണ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അസുഖങ്ങളുണ്ടോ? സാധാരണ നമുക്ക് പ്രായമായവർക്ക് പിടിപെടാറുള്ള ഷുഗർ, പ്രഷർ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊന്നും ഇല്ല. എന്താ
പക്ഷേ അത് വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ജിമ്മിൽ വരെ നിർത്തിക്കഴിഞ്ഞാൽ ഷുഗർ പ്രത്യക്ഷപ്പെടും. ഷുഗർ ബോട്ടിലാണ്, പ്രഷർ നോർമലാണ്, കൊളസ്ട്രോൾ ഇല്ല, വന്നിട്ടേ ഇല്ല എന്നൊക്കെ. അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിന്റ്. ഷുഗർ കൺട്രോൾ ചെയ്യണമെങ്കിൽ സാധാരണ ഡോക്ടർമാർ പറയുന്നത് ആഹാരം കൺട്രോൾ ചെയ്യണം, മരുന്ന് കഴിക്കണം, പ്ലസ് എക്സസൈസ് ചെയ്യണം. പക്ഷേ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മരുന്ന് കഴിക്കാതെ ആഹാരം കൺട്രോൾ ചെയ്തിട്ടും ജിമ്മിൽ വന്ന് എക്സസൈസ് ചെയ്തിട്ടും മാത്രമാണ് എൻ്റെ ഷുഗർ കൺട്രോളായി പോകുന്നത്. ഉദാഹരണമായി 2 ആഴ്ച ജിമ്മിൽ വന്നില്ലെങ്കിൽ എനിക്ക് ഷുഗർ വരും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ തെളിയിക്കുന്നത് വെച്ചാൽ ജിമ്മിൽ വന്നാൽ പോലെ അവർ പറയുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം. നടക്കുന്ന ആൾക്കൊണ്ട് ഷുഗർ മാറില്ല. നടന്നു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോളായി പോകും. ഷുഗർ ഇല്ലാതിരിക്കണമെങ്കിൽ ശരിയായി പറഞ്ഞ രീതിയിലുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യണം. ഇതാണ് എൻ്റെ അനുഭവത്തിനുള്ളത്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടാണോ വർഗീസേട്ടൻ ഇങ്ങനെ ഈ ജിമ്മിൽ വരാൻ തുടങ്ങിയത്, അതോ സ്വയം തീരുമാനിച്ചതാണോ? അല്ല, ഞാനൊരു ഡിഫൻസ് പേഴ്സണാണ്. 22 വയസ്സിൽ മിലിറ്ററിയിൽ ചേർന്നു. 12 കൊല്ലം കഴിഞ്ഞ് 38 വയസ്സിൽ 34 വയസ്സിൽ അവിടുന്ന് ഡിഫൻസ് വന്നിട്ട് പിന്നെ ബാങ്കിൽ കയറി. ഡിഫൻസിൽ വെച്ച് ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ പങ്കെടുത്തു. 71 കാശ്മീർ സെക്ടർ. അവിടുന്ന് വാർ മെഡലെല്ലാം കിട്ടി. അതിൽ പ്രത്യേകം പറയാനുള്ള ഇന്നത്തെ തലമുറയ്ക്ക് യുദ്ധത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യം 1971 പാകിസ്ഥാനുമായി ഉണ്ടായ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുകയും പഴയ ഈസ്റ്റ് പാകിസ്ഥാൻ ഇന്ന് ബംഗ്ലാദേശായി മാറുകയും ചെയ്തു. അതോടുകൂടി തന്നെ 1 ലക്ഷം പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇന്ത്യൻ പട്ടാളക്കാർ തടവിലാക്കി. ആ ഇന്ത്യൻ പട്ടാളത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എനിക്കത് അഭിമാനമുണ്ട്. അങ്ങനെ യുദ്ധം ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് അവർ ജയിച്ചതിൻ്റെ വൈക്ക് മാത്രമല്ല, ഓൾ ഇന്ത്യയിലുള്ള എല്ലാ പട്ടാളക്കാർക്കും വാർ മെഡൽസ് കൊടുത്തു. എനിക്ക് കാശ്മീർ സൈഡിൽ പ്രത്യേകം ജയിച്ചുകൊണ്ട് വേറെ പ്രത്യേക മെഡൽ തന്നു. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി 2 മെഡൽ പ്രത്യേകമായി കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ജിമ്മിന് വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ഭക്ഷണ രീതികളോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാനും ജിമ്മിൻ്റെ ഇൻസ്ട്രക്ടറും ജിമ്മിൽ വരുന്ന എല്ലാ മെമ്പേഴ്സുമായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ജിമ്മിൽ വന്ന് പോയി കഴിഞ്ഞാൽ ഒരു നന്തപ്പഴം മാത്രമേ കഴിക്കുള്ളൂ. ദർ ഇസ് നോ അതർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയാണ് ഞാൻ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് കുറച്ച് ആഹാരവും രാത്രി ഒരു ചപ്പാത്തി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവിയായി കഴിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ഒരു നേന്ത്രപ്പഴം കൂടി മാത്രമാണ് ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ. ഇനി ഞായറാഴ്ച എനിക്ക് നേരത്തെ വിശക്കും. ജിമ്മിൽ പോയി വന്നൊന്നും വിശക്കില്ല രാവിലെ. അപ്പം അതൊരു ഡയറ്റീഷ്യനോട് ചോദിച്ചു, ഡോക്ടർമാരോട് ചോദിച്ചു, ജിമ്മിൽ പോയി വന്ന് എന്തുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല എന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അല്ലാതെ പ്രത്യേക പൗഡർ അല്ലെങ്കിൽ ഒന്നുമില്ല, മറ്റേ പ്രോട്ടീനൊന്നും ഉപയോഗിക്കുന്നില്ല. എഗ്ഗ് തൊടുന്നില്ല. റെഗുലറായിട്ട് ജിമ്മിൽ വരാറുണ്ടോ? എന്തെങ്കിലും അത് മുടക്ക ദിവസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഞായറാഴ്ച വീട്ടിൽ മിനി ജിമ്മ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെഡ്മില്ലും മറ്റേ ഇടമ്പലൊക്കെ ഉണ്ട്. ഞായറാഴ്ച ഇവിടെ വന്നില്ലെങ്കിൽ അവിടെ ചെയ്യും ഞാൻ. ഇറ്റ് ഈസ് എ മസ്റ്റ്. ഒരു നേരം ചെയ്യുന്നുള്ളത് മാത്രം. അതുപോലെ സുഖമായ ഉറക്കം. 7 മണിക്കൂർ 8 മണിക്കൂർ കണ്ണടച്ച് കഴിഞ്ഞാൽ സുഖമായ ഉറക്കമാണ് കിട്ടും ഇത്രയും കാലം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞാൽ വയസ്സാവുക എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ 80 ഇപ്പോൾ വർഗീസേട്ടൻ 80 വയസ്സായി. എന്താണ് ഈ പ്രായത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്? അപ്പോൾ അതിന് പറയാനുള്ളത് റിവേഴ്സിങ് ഓഫ് ഏജ്. ഏജിങ് ഈസ് മസ്റ്റ്, അത് നാച്ചുറലാണ്. പക്ഷേ റിവേഴ്സിങ് ഏജ് നമുക്കൊരു മനുഷ്യൻ നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ 80 വയസ്സാൽ കൂടി എൻ്റെ ശരീരം മുഴുവൻ 50-55 വയസ്സ് വരെ തോന്നുള്ളൂ. ഉള്ളിലും അങ്ങനെ തന്നെയാണ്. അത് കാരണം എന്താ ചോദിച്ചാൽ സിൻസിയറായി വരണം, സിൻസിയറായി എക്സസൈസ് ചെയ്യണം. പറഞ്ഞ പോലെ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സ്പാൻ ഓഫ് ലൈഫ് കുറയും. പിന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ ഓർമ്മക്കുറവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രവേശിക്കില്ല എന്ന് വിചാരിക്കണം. ഇതുവരെ എനിക്ക് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഹാർട്ടിൻ്റെ പ്രശ്നം പറഞ്ഞില്ല, എൻ്റെ പാരമ്പര്യ കുടുംബത്തിൽ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ഫാദർ, അതിൻ്റെ ഗ്രാൻഡ് ഫാദർ എല്ലാം ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം വന്നു. ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു 30 കൊല്ലമായി ജിമ്മിൽ പോകുന്ന എനിക്ക് എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, പാരമ്പര്യമായി ഹാർട്ടിന് അസുഖമുള്ളവർക്ക് ജിമ്മിൽ പോയാലും വരും. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ വരില്ലെന്ന് ധാരണയായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇത് വരും. പിന്നെ അന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞാൽ 80% ആൾക്കാർക്ക് ബ്ലോക്ക് ഉണ്ട് ഹാർട്ടിന്. പക്ഷേ ആരും അറിയുന്നില്ല, പ്രശ്നം വരുന്നില്ല. എന്താ പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ 80% ആൾക്കാർക്ക് ബ്ലോക്ക് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കണത് മനസ്സിലായോ. അപ്പോൾ ആവശ്യമുള്ളവർ നേരത്തെ കൂട്ടി ചെക്കപ്പ് ചെയ്യുക, എൻ്റെ ബ്ലോക്ക് കൊണ്ട് എനിക്ക് പ്രശ്നം വരില്ല എന്ന്. ഇതാണ് ജിമ്മിലും ഈ ഹെൽത്തും തമ്മിലുള്ള ബന്ധം. ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ താൻ ജീവിക്കുന്ന ഭൂമിയെയും അദ്ദേഹം മറക്കുന്നില്ല. തൻ്റെ വടക്കാഞ്ചേരിയിലെ സ്വന്തമായ സ്ഥലത്ത് ഒരു കൊച്ചു വനം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. വരും തലമുറയ്ക്ക് വേണ്ടി വർഗീസേട്ടൻ നട്ടുനനയ്ക്കുന്നത് വെറും മരങ്ങളല്ല, മറിച്ച് ശുദ്ധവായുവിൻ്റെ ഒരു കലവറ കൂടിയാണ്. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ച്
കേരള ഗവൺമെൻറ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം വർഗീസേട്ടന് ക്യാഷ് ഇൻസെൻറ്റീവും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. ശാരീരിക ക്ഷമതയും പ്രകൃതി സ്നേഹം കൊണ്ട് ഈ യാത്ര അവസാനിക്കുന്നില്ല. 80-ാം വയസ്സിൽ പൊളിറ്റിക്കൽ സയൻസിലും ഫാമിലി കൗൺസിലിങ്ങിലും ബിരുദാനന്തര ബിരുദം നേടിയ ഇദ്ദേഹം ഇപ്പോൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയായ സെലിൻ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിൽ PhD ഗവേഷണത്തിൻ്റെ തിരക്കിലാണ്. പഠനത്തിന് പ്രായമില്ലെന്ന് തെളിയിക്കുന്ന വർഗീസേട്ടൻ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുമ്പോഴും സ്വന്തം മനസ്സിനെ എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസയോടെ നിലനിർത്തുന്നു. വടക്കാഞ്ചേരി വാഴാനി റോഡിലുള്ള ശാസ്ത ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി കൗൺസിലറായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. ജീവിതം സുലഭിലമാക്കാൻ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എക്സസൈസും യോഗയും ശീലമാക്കുക, പരിസ്ഥിതിയെ സ്നേഹിക്കുക, രാജ്യത്തെ സേവിക്കാൻ പട്ടാളത്തിൽ ചേരുക, കൂടുതൽ വയസ്സാകും തോറും കൂടുതൽ വിദ്യാഭ്യാസം, ഇത് മറവി രോഗങ്ങളെ അകറ്റാൻ സഹായിക്കുമെന്നാണ് വർഗീസേട്ടൻ്റെ പക്ഷം. കരുത്തുറ്റ മനസ്സും ശരീരവുമായി 80 വയസ്സുള്ള ചെറുപ്പക്കാരനായി വർഗീസേട്ടൻ ജീവിതയാത്ര തുടരുകയാണ്. പ്രായത്തെ മനസ്സിൻ്റെ കരുത്തുകൊണ്ട് തോൽപ്പിക്കുകയാണ് ഈ മുൻ സൈനികൻ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ക്യാമറമാൻ രാകേഷിനൊപ്പം VC മനോജ്, VCV ന്യൂസ്.